Hello students, today's topic is address translation, which is an important topic from module 6. Each virtual or logical address generated by a processor is interpreted as a virtual page number plus an offset that specifies location of particular byte within that page. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു വെർച്വൽ മെമ്മറി എടുത്ത സമയത്ത് അതായത് നമുക്ക് വെർച്വൽ അഡ്രസ്സ് അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ്സ് അത് പ്രോസസ്സറാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് രണ്ട് പാർട്സ് ആണ് ഉണ്ടാവുക. അതിന് വെർച്വൽ പേജ് നമ്പറും ദാറ്റ് ഈസ് ഹയർ ഓർഡർ ബിറ്റ്സ് ആയിരിക്കും, അതേപോലെ തന്നെ ഓഫ്സെറ്റ് ദാറ്റ് ഈസ് ലോവർ ഓർഡർ ബിറ്റ്സ് ആണ്. ആൻഡ് ഓഫ്സെറ്റ് എന്ന് അതായത് വെർച്വൽ പേജ് നമ്പർ എന്ന് പറയുന്നത് പേജ് നമ്പറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് അത് ലൊക്കേഷനാണ്, അതായത് ആ പർട്ടിക്കുലർ പേജിൽ ഏത് ലൊക്കേഷനിലാണ് ആ ബൈറ്റ് ഉള്ളത് അതാണ് ഓഫ്സെറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ അബൌട്ട് ദ മെയിൻ മെമ്മറി ലൊക്കേഷൻ ഓഫ് ഈച്ച് പേജ് ഈസ് കെപ്റ്റ് ഇൻ ദ പേജ് ടേബിൾ. അതായത് ഒരു പേജ് ടേബിൾ ഉണ്ട്, ആ പേജ് ടേബിളിലാണ് അതായത് ഒരു പേജിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവുക. ആ പേജ് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ പേജ് ടേബിളിൽ ഉണ്ടാവുകയെന്ന് വെച്ചാൽ മെയിൻ മെമ്മറി അഡ്രസ് where the page is stored and the current status of the page. Okay, ഈ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഏരിയ ഓഫ് ദ മെയിൻ മെമ്മറി ദാറ്റ് ക്യാൻ ഹോൾഡ് എ പേജ് ഈസ് കോൾഡ് ആസ് പേജ് ഫ്രെയിം. അതായത് നമ്മളിപ്പം എന്താ പറഞ്ഞ മെയിൻ മെമ്മറി അതായത് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത് പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, അതേപോലെ തന്നെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് ഫ്രെയിം ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവാം അല്ലേ. സോ അത് അതായത് ഈ ഒരു ഫ്രെയിം അതൊരു പേജിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതിന് ആണ് പേജ് ഫ്രെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേജ് ഫ്രെയിം അല്ലെങ്കിൽ ഫ്രെയിം. ദെൻ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ പേജ് ടേബിൾ ഈസ് കെപ്റ്റ് ഇൻ എ പേജ് ടേബിൾ ബേസ് രജിസ്റ്റർ. അതായത് ഈ ഒരു പേജ് ടേബിളിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറയുന്നത് അത് ഒരു രജിസ്റ്ററിലാണ് ഉണ്ടാവുക, അതായത് പേജ് ടേബിൾ ബേസ് രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്ററിലാണ് ഉണ്ടാവുക. Now the virtual page number generated by the processor is added to the contents of the page table base register. This provides the address of the corresponding entry in the page table. അതായത് നമുക്കിപ്പം ഒരു അതായത് ഈ അഡ്രസ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വെർച്വൽ അഡ്രസ്സ് ഫിസിക്കൽ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ, എന്നാൽ മാത്രമേ മെയിൻ മെമ്മറിയിലേക്ക് എടുക്കാൻ പറ്റൂ ഡേറ്റ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അഡ്രസ്സ് പേജ് ടേബിൾ വഴിയാണ് ചെയ്യുന്നത്, അതായത് ത്രൂ പേജ് ടേബിളാണ് ചെയ്യുന്നത്, പേജ് ടേബിൾ വഴിയാണ് ആ അഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പേജ് ടേബിളിലേക്ക് നമുക്ക് എൻട്രി വേണമെങ്കിൽ ആ ഒരു അഡ്രസ്സ് കിട്ടണമെങ്കിൽ ആ അഡ്രസ്സ് എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ വെർച്വൽ പേജ് നമ്പറും അതുപോലെ തന്നെ പേജ് ടേബിൾ ബേസ് രജിസ്റ്റർ അത് രണ്ടും ആഡ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന അഡ്രസ്സ് അതാണ് പേജ് ടേബിളിലേക്കുള്ള എൻട്രി. അതായത് ദ കണ്ടൻസ് ഓഫ് ദിസ് ലൊക്കേഷൻ ഇൻ ദ പേജ് ടേബിൾ ഗിവ്സ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ പേജ് ഇഫ് ദ പേജ് ഇസ് കറൻ്റ്ലി ഇൻ ദ മെയിൻ മെമ്മറി. അപ്പോൾ മെയിൻ മെമ്മറിയിലുള്ള പേജിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിൻ്റെ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് അത് ഈ ഒരു ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് അഡ്രസ്സ്. നമുക്കതിൻ്റെ ഒരു ഫിഗർ നോക്കാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ് അഡ്രസ് ട്രാൻസ്ലേഷന്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് അത് അഡ്രസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അതിൽ ഇപ്പം വെർച്വൽ പേജ് നമ്പറും ഓഫ്സെറ്റും അതാണ് വെർച്വൽ അഡ്രസ്സ് ഫ്രം ദ പ്രോസസ്സർ അല്ലേ. ആ അഡ്രസ്സ് എന്ത് ചെയ്യുന്നു, അത് ഫിസിക്കൽ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് ലോജിക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ വെർച്വൽ അഡ്രസ്സ് അത് ഫിസിക്കൽ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അതാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അത് പേജ് ടേബിൾ വഴിയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ ദാറ്റ് ഈസ് പേജ് ടേബിൾ ബേസ് രജിസ്റ്റർ കണ്ടൻറ്റും അതുപോലെ വെർച്വൽ പേജ് നമ്പറും രണ്ടും ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്താ ആ ഒരു പേജ് ടേബിളിലേക്കുള്ള എൻട്രി. അപ്പം ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കണ്ടോ, അപ്പോൾ പേജ് ടേബിളിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അവിടെ ഒരു ആരോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ആരോ എന്ന് പറയുന്നത് എന്താണ്, അത് പേജ് ടേബിൾ രജിസ്റ്റർ ബേസ് രജിസ്റ്റർ കണ്ടൻറ്റാണ്. അപ്പോൾ അതും പ്ലസ് ഈ ഒരു വെർച്വൽ പേജ് നമ്പറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് ടേബിളിലേക്ക് പോവാം. അവിടെ എന്ന് വെച്ചാൽ ദാറ്റ് വിൽ പ്രൊവൈഡ് ദ എൻട്രി ഓഫ് ദ പേജ് ഇൻ ദ പേജ് ടേബിൾ ദാറ്റ് ഇസ് PTBR ആണ് ഇവിടെ ഷോർട്ടായിട്ട് പറയുന്നത്, പേജ് ടേബിൾ ബേസ് രജിസ്റ്ററിന്. അപ്പോൾ PTBR പ്ലസ് വെർച്വൽ പേജ് നമ്പർ വിൽ പ്രൊവൈഡ് ദ എൻട്രി ഓഫ് ദ പേജ് ഇൻ ദ പേജ് ടേബിൾ. പേജ് ടേബിളിലേക്ക് നമുക്ക് പോകാം. ഇനി അവിടുന്ന് പേജ് ടേബിൾ ശരിക്കും എന്താണ്, ഇറ്റ് ഹോൾഡ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ഈച്ച് പേജ്. ദിസ് ഇൻക്ലൂഡ്സ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ പേജ് ഇൻ ദ മെയിൻ മെമ്മറി. അതായത് മെയിൻ മെമ്മറിയിലുള്ള ആ അഡ്രസ്സ് ഈ ഒരു പേജ് ടേബിളിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് അതായത് രണ്ടും ആഡ് ചെയ്യേണ്ടി വരും.
PTBR അതുപോലെ വെർച്വൽ പേജ് നമ്പറും. ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നു, ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ആ ഒരു അഡ്രസ്സ് അവിടെ കിട്ടുന്നു. ഫിസിക്കൽ അഡ്രസ്സിന് ഹയർ ഓർഡർ അത് ഇവിടെ നിന്നാണ് കിട്ടുന്നത്, അതായത് ഈ ഒരു അഡ്രസ്സിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ദിസ് എൻട്രി ആസ് എ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഓഫ് ദ പേജ്, അത് അവിടെയാണ് ആ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഓഫ് ദ പേജ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫ്രെയിം നമ്പറും അതേപോലെ തന്നെ ഫ്രെയിം ഓഫ്സെറ്റും. അത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അതാണ് നമുക്ക് ആ ഹയർ ഓർഡർ ബിറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഈ ഒരു പേജ് ടേബിളിൽ കണ്ടോ, ദർ ആർ സർട്ടൻ കൺട്രോൾ ബിറ്റ്സ്. അപ്പോൾ ആ കൺട്രോൾ ബിറ്റ്സ് എന്തൊക്കെയാണ് അതും കൂടി നമുക്ക് നോക്കാം. സോ പേജ് ടേബിൾ ചിലപ്പം എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം പേജ് ടേബിൾ എന്താണ്. അപ്പോൾ പേജ് ടേബിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പേജ് ടേബിളിനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ അതിൽ കൺട്രോൾ ബിറ്റ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. Now the page table entry for a page also includes some control bits which describe the status of the page while it is in the main memory. അതായത് മെയിൻ മെമ്മറിയിൽ ഒരു പേജ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റസ് ഈ ഒരു കൺട്രോൾ ബിറ്റ്സിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് 1 bit indicates the validity of the page. അതാണ് ഒരു ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത്, അതായത് പ്രസൻറ്റ് ആബ്സെൻറ്റ് ബിറ്റ്. The present or the absent bit says whether a particular page you are looking for is present or absent. അതായത് ഒരു പേജ് നമ്മൾ അത് നോക്കുന്നുണ്ടെങ്കിൽ ആ പേജ് അവിടെ ഉണ്ടോ, മെയിൻ മെമ്മറിയിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് അത് ഈ ഒരു ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ ദ പേജ് ഈസ് ആക്ച്വലി ലോഡഡ് ഇൻ ടു ദ മെയിൻ മെമ്മറി. ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ് then it is called page fault. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് അല്ലേ, പേജ് ഫോൾട്ട് എന്താണെന്ന്. അപ്പം ആ ഒരു മെയിൻ മെമ്മറിയിൽ ഇല്ലെങ്കിൽ ആ പേജ് അതിന് പേജ് ഫോൾട്ട് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഇസ് സെറ്റ് ടു 0 ഇഫ് ദ കറസ്പോണ്ടിങ് പേജ് ഇസ് നോട്ട് ഇൻ മെമ്മറി. അതായത് ഈ ഒരു കേസിൽ പേജ് ഫോൾട്ട് ആകുമ്പോൾ അത് 0 ആയിരിക്കും ഈ ഒരു ബിറ്റ്. സംടൈംസ് ദിസ് ബിറ്റ് ഇസ് ഓൾസോ നോൺ ആസ് വാലിഡ് ഇൻവാലിഡ് ബിറ്റ്സ്. ഓക്കെ, ഇനി അടുത്തത് 1 bit indicates whether the page has been modified during its residency in the main memory. അതായത് ഈ ഒരു ബിറ്റ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ദ പേജ് മോഡിഫൈ ചെയ്തിട്ടുണ്ടോ, ഈ ഒരു മെയിൻ മെമ്മറിയിൽ ഉണ്ടാകുമ്പോൾ പേജ് മോഡിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യും. സോ ദിസ് ബിറ്റ് ഡിറ്റർമൈൻസ് വെദർ ദ പേജ് ഷുഡ് ബി റിട്ടേൺ ബാക്ക് ടു ദ ഡിസ്ക് വെൻ ഇറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ മെയിൻ മെമ്മറി. അതായത് ഇപ്പോൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴാണോ മോഡിഫൈ ചെയ്യുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണം, പേജ് ഡിസ്കിലേക്ക് എഴുതണം. ഓക്കെ, അതായത് ഇപ്പം മെയിൻ മെമ്മറിയിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അത് ഡിസ്കിലേക്ക് തിരിച്ച് അത് റൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ വേണോ, അതായത് വെദർ അത് എഴുതണോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണോ അത് മനസ്സിലാക്കുന്നത് ഈ ഒരു ബിറ്റ് വെച്ചിട്ടാണ്. സിമിലർ ടു ദ ഡേർട്ടി ഓർ ദ മോഡിഫൈഡ് ബിറ്റ് ഇൻ കേസ് ഓഫ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിയിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. ദാറ്റ് ഈസ് ദർ ഇസ് എ ഡേർട്ടി ബിറ്റ് അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് ബിറ്റ് നമ്മളവിടെ പറഞ്ഞു. അതേ ഫംഗ്ഷനാണ് ഇവിടെ ഈ ഒരു ബിറ്റ് പെർഫോം ചെയ്യുന്നത്. Then the next bit is protection bit. അപ്പോൾ protection bit എന്ന് പറയുന്നത് it says that what kind of protection you want on that page. That is, so it is the bit for the protection of the page frame. അതായത് read or write. That means ഇവിടെ ഇപ്പോൾ ചില പേജസ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും. അതായത് അതിലേക്ക് റൈറ്റ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് റീഡ് ചെയ്യാതിരിക്കാനോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു ബിറ്റാണ്. അപ്പം എന്ത് ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ, ഏത് ടൈപ്പ് പ്രൊട്ടക്ഷൻ വേണം അത് ഈ ഒരു ബിറ്റിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ.